ഇത് മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. ഇത് സാധാരണ മാമ്പഴ പുളിശ്ശേരി അല്ല കേട്ടോ. ഇത് സാധാരണ മാങ്ങയും അല്ല. ഞാനൊരു യാത്രയുടെ ഈ അടുത്ത് ഒരു യാത്ര പോയിരുന്നു. അപ്പോൾ എനിക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ മാങ്ങയാണ്. വഴിയിൽ കണ്ട് വാങ്ങിയതാണ്. ഇത് കാട്ടുമാങ്ങ അങ്ങനെയാണ് അവർ പറഞ്ഞത്. വളരെ കുഞ്ഞാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഞാൻ ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ഒരു നെല്ലിക്കയുടെ വലിപ്പമേ ഉള്ളൂ. ഞാൻ എവിടെ പോയെന്ന് വെച്ചാൽ വിതുര ഭാഗത്തോട്ട്, അതായത് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് വിതുര എന്ന് പറയുന്ന ആ ഭാഗത്തോട്ട് പോയതാണ്. റോഡ് സൈഡിൽ ഇങ്ങനെ ഇലയിൽ ഇത് വെച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടു. അങ്ങനെ കാറ് നിർത്തിയിട്ട് കൗതുകം കൊണ്ട് ഇറങ്ങി നോക്കിയതാണ്. ട്രൈബ്സാണ് അവർ. അപ്പോഴാണ് അവരാണ് പറഞ്ഞത് കാട്ടുമാങ്ങയാണെന്ന്. നല്ലതാണ് കഴിക്കാനെന്ന് പറഞ്ഞ് നല്ല പഴുത്തതായിരുന്നു. ഞാൻ കൊണ്ടുവന്നു. പക്ഷേ നമ്മുടെ മാങ്ങ പോലെ പഴുത്ത ഇങ്ങനെ തൊലി ഉരിച്ചെടുക്കാൻ പറ്റത്തില്ല. നാട്ടുമാങ്ങയുടെ മണവും അല്ല കേട്ടോ. സാധാരണ മാങ്ങയാണോയെന്ന് വെച്ചാൽ മാങ്ങ തന്നെയാണ്. ഇത് തൊലി നമ്മൾ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ ചെത്തി തന്നെ എടുക്കണം. പിന്നെ ഇത് കണ്ടോ, മാങ്ങാണ്ട് ഇത് അത്രയേ ഉള്ളൂ. മാങ്ങ നമ്മളല്ലാതെ ഊറി കുടിക്കുകയാണെങ്കിൽ മാങ്ങാണ്ടി കൂടെ വായിലൂടെ അങ്ങ് തൊണ്ടയിലൂടെ പോകാം. കാരണം അത്ര കുഞ്ഞു മാങ്ങാണ്ടിയുമാണ്. പക്ഷേ ഞാൻ കിട്ടിയതല്ലേ പുളിശ്ശേരി വെക്കാമെന്ന് കരുതി. എങ്ങനെയാണ് ടേസ്റ്റ് എന്നറിയില്ലല്ലോ. അങ്ങനെ അതിൽ നിന്ന് ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള 4-5 എടുത്തിട്ട് ഞാൻ പുളിശ്ശേരിക്കായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ച് ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു. അത് വെന്ത് വരുന്ന സമയത്തേക്ക് ഞാൻ എന്ത് ചെയ്ത, കുറച്ച് അരപ്പൊടി തയ്യാറാക്കണമല്ലോ. എന്തായാലും മാമ്പഴം കിട്ടിയാൽ ഞാൻ പുളിശ്ശേരി തയ്യാറാക്കാറുണ്ട്. അപ്പോൾ പിന്നെ ഇത് വെറൈറ്റി മാങ്ങയല്ലേ, തയ്യാറാക്കാമെന്ന് എന്നെ വെച്ചതാണ്. ആ അരപ്പിലേക്കായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ട് നമുക്കുള്ള ആവശ്യത്തിനുള്ളതാണ് തേങ്ങ, അതും ഇട്ടിട്ട് പിന്നെ ഞാൻ അതിലേക്ക് എരിവിന് പച്ചമുളകും ചേർത്തു, കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്തു. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്തത് മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ വേണ്ടത് ഞാൻ കുറച്ച് കശുവണ്ടി പരിപ്പുണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ അതിലേക്ക് ചേർത്തിട്ട് ടേസ്റ്റ് കൂട്ടാനായിട്ട്. പിന്നെ അല്പം ജീരകവും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തു. സാധാരണ മാങ്ങ കൊണ്ടുള്ള പുളിശ്ശേരി, നാട്ടുമാങ്ങയായാലും പഴുത്ത മാങ്ങയായാലും നമ്മൾ പുളിശ്ശേരി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ അരപ്പ് തയ്യാറാക്കിയെടുത്താൽ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ആ പുളിശ്ശേരിക്ക്. മാമ്പഴ പുളിശ്ശേരിയുടെ അരപ്പ് എപ്പോഴും ഇങ്ങനെ തയ്യാറാക്കുന്നത് നല്ലത്. ഞാൻ സാധാരണ അങ്ങനെ തയ്യാറാക്കാറുള്ളത്. അരപ്പൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്കും മാങ്ങ ദേ വെന്തു. പിന്നെ ഞാൻ അരപ്പ് അതിലേക്ക് ഒഴിച്ച് മിക്സിയുടെ ജാറ് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒഴിച്ച് തിളയ്ക്കാത്ത നന്നായിട്ട് അരപ്പ് ചൂടാക്കിയെടുത്ത്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. മാമ്പഴ പുളിശ്ശേരി വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. ഇപ്പോൾ കാട്ടുമാങ്ങ എനിക്ക് കിട്ടിയതുകൊണ്ട് കാട്ടുമാങ്ങ ആയിപ്പോയി എന്നേ ഉള്ളൂ. സാധാ മാങ്ങ ആയാലും നമുക്കിങ്ങനെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഉപ്പ് നോക്കുക, പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അരപ്പൊന്ന് തിളയ്ക്കാൻ പാടില്ല, നന്നായിട്ട് ചൂടായാൽ മാത്രം മതി. ഇളക്കി ഇളക്കി ചൂടാക്കുക. എനിക്ക് ഉപ്പ് കുറവായിരുന്നു, ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. അത് നല്ല ആവി വരുന്നുണ്ട്, ചൂടായിട്ടുണ്ട്. നല്ല ചൂടായി കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈര്, നല്ല പുളിയുള്ളതാണെങ്കിൽ കുറച്ച് മതി. ഈ മാങ്ങയ്ക്ക് കുറച്ച് പുളിയും ഉണ്ട് മധുരവും ഉണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര മധുരമൊന്നുമില്ല, പഴുത്തിട്ട് മധുരമുണ്ട് എന്നാൽ പുളിയും ഉണ്ട്. അങ്ങനത്തെ മാങ്ങയാണ് കേട്ടോ ഇത്. തൈരും കൂടെ ഉടച്ചൊഴിച്ച് ഫ്ലെയിം അങ്ങ് ഓഫാക്കുക. എന്നിട്ട് ആ ചൂടിൽ തൈര് ചൂടായാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് കടുക് തളിക്കാം. കടുക് വറുക്കുമ്പോൾ സ്പെഷ്യലായിട്ട് ഇത് 1-2 സാധനം കൂടെ ചേർത്താൽ ഈ മാമ്പഴ പുളിശ്ശേരി ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇത് ഏത് മാമ്പഴം കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കിയാലും ഇതേപോലെ ഒന്ന് കടുക് താളിച്ച് നോക്കി എന്താ ടേസ്റ്റ് അറിയാമോ. കടുക് വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെ കടുക് ഇറക്കുക. വെളിച്ചെണ്ണ കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളകും ഇട്ട് മൂപ്പിക്കുക. അത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കണം. ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴാണ് ഫ്ലെയിം ഓഫാക്കിയിട്ട് അതിലേക്ക് ഒരല്പം കായപ്പൊടിയും ചേർത്ത് ഒരല്പം ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുക. അത് രണ്ടും കൂടെ ചേർത്ത്, കാരണം ഫ്ലെയിം ഓണാക്കിക്കൊണ്ട് നമ്മളിത് ചേർത്താൽ പെട്ടെന്ന് കായപ്പൊടിയും ഉലുവാപ്പൊടിയും കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് അത് ഓഫാക്കിയിട്ട് തന്നെ ചേർക്കണമെന്ന് പറഞ്ഞ് അത് ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു 1/2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ഒന്ന് ചേർത്ത് വെക്കുക. അതും കൂടെ ചേർത്ത് ആ എണ്ണ ചൂടിൽ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലേക്ക് ഒഴിക്കുക. ഒഴിച്ചൊന്ന് ഇളക്കിയെടുത്ത് നോക്കിയേ, എന്ത് ടേസ്റ്റായ പുളിശ്ശേരിയാണെന്നറിയാമോ. മാമ്പഴ പുളിശ്ശേരി എന്ന് വെച്ചാൽ എന്തൊരു ടേസ്റ്റാണ്. പക്ഷേ ഈ കാട്ടുമാങ്ങയ്ക്ക് അപാര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഒഴിച്ച് ഞാൻ ചോറ് കഴിച്ചപ്പം
സത്യം സാധാരണ നാട്ടുമാങ്ങ കൊണ്ടുണ്ടാക്കുന്നതിനേക്കാൾ വളരെ ടേസ്റ്റി ആയിരുന്നു ഈ കാട്ടുമാങ്ങ. എനിക്ക് ഒരു അപ്രതീക്ഷിതമായി കിട്ടിയതാണ്. ഞാൻ ഇന്നേ വരെ കണ്ടിട്ട് കൂടിയില്ല ഇങ്ങനെ ഒരു കാട്ടുമാങ്ങ. ഫസ്റ്റാണ് കാണുന്നതും ഞാൻ ഫസ്റ്റാണ് ഇത് തയ്യാറാക്കുന്നതും. പക്ഷെ ചോറിനൊപ്പം കഴിക്കാൻ ഇതും ഒരു അച്ചാറും മാത്രം മതി. സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അത് മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാമ്പഴ പുളിശ്ശേരി ഒരു അച്ചാറും മതിയല്ലോ ചോറ് കഴിക്കാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മാമ്പഴം കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്യണേ.